പശ്ചിമേഷ്യയിൽ ഭീകരതയുടെ ഒരു കറുത്ത അധ്യായത്തിന് ഔദ്യോഗികമായി അന്ത്യം കുറിച്ചുകൊണ്ട് ഗാസ മുനമ്പിലെ തങ്ങളുടെ 2 പതിറ്റാണ്ട് നീണ്ട ഭരണം അവസാനിപ്പിക്കുന്നതായി പലസ്തീൻ ഭീകര സംഘടനയായ ഹമാസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സിവിൽ ഭരണം പൂർണ്ണമായും ഒരു ടെക്നോക്രാറ്റിക് സമിതിക്ക് കൈമാറി ഹമാസ് കളം ഒഴിഞ്ഞിരിക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കൾക്കോ സായുധ സംഘങ്ങൾക്കോ പകരം വിവിധ മേഖലകളിൽ പ്രാവീണ്യമുള്ള വിദഗ്ധർ അടങ്ങുന്നതാണ് ഈ ടെക്നോക്രാറ്റിക് സമിതി. ഹമാസിന്റെ തീവ്രവാദ അജണ്ടകൾക്ക് പകരം സാമ്പത്തിക വിദഗ്ധരും ഭരണാധികാരികളും അടങ്ങുന്ന ഈ പ്രൊഫഷണൽ സംഘമായിരിക്കും ഇനി ഗാസയിലെ അടിസ്ഥാന സൗകര്യ വികസനവും ഭരണവും നിഷ്പക്ഷമായി നിർവഹിക്കുക. എന്നാൽ ഇത് പൂർണ്ണമായ ഒരു സമാധാന പ്രഖ്യാപനമാണോ അതോ തന്ത്രപരമായിട്ടുള്ള മറ്റൊരു പിന്മാറ്റം മാത്രമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം ഉയർത്തുന്നത്. ഹമാസ് ഗവൺമെന്റ് എമർജൻസി കമ്മിറ്റി തലവൻ മുഹമ്മദ് അൽ ഫറ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചതായിട്ടും ഭരണപരമായിട്ടുള്ള മാറ്റങ്ങൾ സുഗമമാക്കുന്നതിന് നിലവിലെ സമിതി പിരിച്ചുവിട്ടതായും ഹമാസ് മീഡിയ ഓഫീസ് മേധാവി ഇസ്മായിൽ അൽ തവാബ്ത സ്ഥിരീകരിച്ചു. ഇതോടെ 2006 തെരഞ്ഞെടുപ്പിന് ശേഷം ഏതാണ്ട് 20 വർഷമായി ഗാസയിൽ തുടർന്ന ഹമാസിന്റെ ഏകാധിപത്യ ഭരണം 2 പതിറ്റാണ്ടിൽ ഒതുങ്ങിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശക്തമായിട്ടുള്ള മധ്യസ്ഥതയിൽ 2025 ഒക്ടോബറിൽ ഹമാസും ഇസ്രയേലും തമ്മിൽ ഒപ്പിട്ട വെടിനിർത്തൽ കരാറിന്റെയും സമാധാന ഉടമ്പടിയുടെയും തുടർച്ചയായിട്ടാണ് നാഷണൽ കമ്മിറ്റി ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗാസ എന്ന പുതിയ സമിതിക്ക് അധികാരം കൈമാറാൻ ഹമാസ് നിർബന്ധിതമായത്. എന്നാൽ ഭരണം കൈമാറിയെന്ന് ഹമാസ് പ്രഖ്യാപിക്കുമ്പോഴും ഗാസയിലെ യഥാർത്ഥ പ്രതിസന്ധി ഇനിയും അവസാനിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഹമാസിനെ ഗാസയിൽ നിന്ന് പൂർണ്ണമായും നിരായുധീകരിക്കുക എന്ന ഇസ്രയേലിന്റെ കർശനമായ നിലപാടും ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കണമെന്ന ഹമാസിന്റെ വാശിയും തമ്മിലുള്ള തർക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ അധികാരം ഒഴിഞ്ഞെങ്കിലും നേതാക്കൾ തോക്കുകൾ താഴെ വയ്ക്കാൻ ഹമാസ് തയ്യാറാകാത്തതാണ് സമാധാന നീക്കങ്ങൾക്ക് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. ഇതിനു പുറമെ പുതിയ ഭരണസമിതിയായിട്ടുള്ള NCAG അംഗങ്ങളെ ഗാസയിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ കർശനമായി തടയുന്നതായിട്ടും ചില റിപ്പോർട്ടുകളുണ്ട്. ഹമാസിന്റെ നിരായുധീകരണത്തിൽ പൂർണ്ണമായിട്ടുള്ള ഉറപ്പ് ലഭിക്കാതെ സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇസ്രായേൽ തയ്യാറല്ല എന്ന വ്യക്തമായിട്ടുള്ള സൂചനയാണിത്. ഈ തർക്കങ്ങൾ കാരണം ഗാസയിലെ സാധാരണ ജനങ്ങളിലേക്ക് എത്തേണ്ട അവശ്യ സഹായങ്ങളും കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. ചുരുക്കത്തിൽ ശക്തമായിട്ടുള്ള സൈനിക നയതന്ത്ര സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ ഹമാസിന്റെ 2 പതിറ്റാണ്ടിലെ ഭരണം അവസാനിച്ചു എന്നത് വലിയൊരു വിജയമാണെങ്കിലും അവർ പൂർണ്ണമായും ആയുധം വെച്ച് കീഴടങ്ങുന്നത് വരെ ഗസയിലെ സമാധാനം ഒരു മരീചികയായി തുടരുമെന്ന് തന്നെയാണ് ഈ അനിശ്ചിതത്വങ്ങൾ തെളിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.